നമസ്കാരം. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അവരില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല. അതിന് തെളിവെന്താണെന്നറിയാമോ? ഡൽഹിയിൽ എവിടെയോ ഒരു മൂലയ്ക്ക് ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ 10-65 പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതാണ് തെളിവ്. ഇന്ത്യയൊട്ടാകെ നടന്ന സ്വാതന്ത്ര്യ സമരം ഈ 65 പേരുടെ കൽത്തൂണിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുമ്പിൽ വഴിമാറി നിൽക്കണമത്രേ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരിക്കലും മാനദണ്ഡമാകാറില്ല. ഇന്ത്യയിലെ മുഖ്യധാര മുസ്ലിം സമൂഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം ഇല്ലാതാകണമെന്ന് അവർ കൊതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചിലരൊക്കെ അധ്വാനിച്ചിട്ടുണ്ട്. ജിന്നയുടെ മനസ്സിലൊക്കെ അതായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശം ഇല്ലാതാകണം. പിന്നെ ഇവിടെ അവശേഷിക്കുന്ന ആരാ? ഹിന്ദുക്കൾ. അവരെങ്ങനെയുള്ളവരാ? സംയമനമുള്ളവർ. അവരെ ഏത് രീതിയിൽ വേണമെങ്കിൽ വളയ്ക്കാം, ഒടിക്കാം, പിരിക്കാം, ചതയ്ക്കാം. എന്നിട്ടിവിടെ ഒരു ഇസ്ലാമിക അധിനിവേശം നടത്താം. ജിന്ന പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ രീതിയിൽ സ്വരമുയർന്നിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു എല്ലാവരും അതിനെ നിശ്ചിതമായിട്ട് എതിർത്തത്. ഏതായാലും അതിന് സാധിക്കില്ല. ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഒരു ഇസ്ലാമിക അധിനിവേശം. എന്താണ് ഇസ്ലാമിക അധിനിവേശം? മുഗൾ സാമ്രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചെടുത്തത്. മുഗൾ സാമ്രാജ്യം വരുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടേതായിരുന്നു. മുഗൾ സാമ്രാജ്യം വന്ന് ഹിന്ദുക്കളെ പാർശ്വവൽക്കരിച്ച് അവരുടേതാക്കി മാറ്റി. ആ മുഗൾ സാമ്രാജ്യം ഇവിടുന്ന് പോകുമ്പോൾ അതാർക്കാണ് കിട്ടേണ്ടത്? ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് കിട്ടണമല്ലോ. അത് കിട്ടിയില്ല. അത് ഹിന്ദുക്കൾക്കാണ് കിട്ടിയത്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നിലോ ഈ രാജ്യത്തിൻ്റെ അധികാരം അത് പിടിച്ചെടുക്കുക. അതിന് കഴിയില്ലെന്ന് വന്നപ്പോൾ ആണ് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഒരു ഇസ്ലാം അധിനിവേശം സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവരതിനെ വെട്ടിമുറിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് അധിനിവേശനത്തിന് ശേഷം അവരവരുടെ അധിനിവേശം നടപ്പാക്കാൻ വേണ്ടി പലരും അവിടെ തൊട്ട് നക്കിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ. ഏതായാലും അവർ അൾട്ടിമേറ്റ് ലക്ഷ്യം മനസ്സിലായല്ലോ എന്താണെന്ന്. ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഖ്യധാര മുസ്ലിം സമൂഹം അത് ഇന്ത്യയോടുള്ള കൂറ് അവർക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഇന്നും അവർക്കതില്ല. അതുകൊണ്ടാണല്ലോ വന്ദേമാതരം ഏതൊരു കാര്യം വരുമ്പോഴും അതിൻ്റെ മേലെ കോറി വരയ്ക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറ് നോക്കി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണല്ലോ. ഏതായാലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിറക്കരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ. ഇന്ത്യയോടുള്ള കൂറുകൊണ്ടോ രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്, അല്പസ്വല്പം ആളുകൾ പ്രവർത്തിച്ചത് ഇന്ത്യയോടുള്ള കൂറുകൊണ്ടല്ല. ബ്രിട്ടീഷ് അധിനിവേശത്തെ ഇല്ലാതാക്കി മാറ്റുക. ബാക്കി പിന്നെ ഞമ്മക്ക് നോക്കാമല്ലോ എന്നുള്ളതാണ്. മതം നോക്കി ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടേണ്ടത്, അവർ അറപ്പോടുകൂടി വെറുപ്പോടുകൂടി നോക്കിക്കാണേണ്ടത് ഹിന്ദുക്കളെയാണ്. പക്ഷേ 85-86% വരുന്ന ഹിന്ദുക്കളെ അപ്രകാരത്തിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ അത് അപകടമാണ്. പക്ഷേ ഇനിയിപ്പോൾ ആ അപകടമില്ലല്ലോ. ഇന്ത്യയുടെ ഭരണം 22 MLA-മാരെയും വെച്ച് മുസ്ലിം ലീഗിന് കിട്ടിയല്ലോ. ഇന്ത്യയുടെ ഭരണം, ഇന്ത്യയുടെ ഭരണം. കൂപമണ്ഡൂകങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം ഒരു കൂപമാണ്. ആ കൂപത്തിൽ കിടക്കുന്ന മണ്ഡൂകമാണ് ഏറ്റവും വലിയ മൃഗം, ആന. കേരളത്തിലെ ഭരണം കയ്യിൽ കിട്ടിയ സമയത്ത് ഈ ഒരു ചിന്താഗതിയാണ് അവർ വെച്ച് പുലർത്തുന്നത്. അവർക്കിപ്പോൾ ഹിന്ദുക്കളെ ഏത് രീതിയിലും വേണി അപമാനിക്കാം. ഹിന്ദുക്കൾ വർത്തമാനം പറഞ്ഞാൽ പോലീസിൽ കേസ് കൊടുക്കാം. പോലീസ് പിടിച്ചു കൊണ്ടുപോകും, അയാളുടെ വസ്തുവകകൾ മുഴുവൻ അവരെടുത്ത് കൊണ്ടുപോകും. എൻ്റെ ഒരു ലാപ്ടോപ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ പേരും പറഞ്ഞ് എടുത്തു കൊണ്ടുപോയി. എനിക്ക് സമ്മാനിച്ചതും ഒരു മുസ്ലിം സഹോദരനാണത്. അതിന് 19,000 രൂപ, അതിൻ്റെ പണി കഴിഞ്ഞു. ഇത് തിരിച്ചു കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ പൊന്നുപോലെ നോക്കിയിരുന്നതാണ്. പിന്നെ ഒരു മൊബൈൽ, കുഞ്ഞാലിക്കുട്ടി അതെന്തിനാണ് കുഞ്ഞാലിക്കുട്ടി അത് എന്നിൽ നിന്ന് എടുപ്പിച്ചതെന്ന് അറിയില്ല. പിന്നെ അതിനകത്ത് വല്ല നല്ല പടങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടോണെന്ന് അറിയില്ല. എന്തായാലും കുഞ്ഞാലിക്കുട്ടി, നിങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം ജയിലാണ് കേട്ടോ. നിങ്ങൾ ഭരിക്കുമ്പോൾ, കുഞ്ഞാലിക്കുട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം ജയിലാണ്. ഇന്നലെ അവരുടെ ബഹുപണ്ഡിതരൊരുത്തനുണ്ടല്ലോ, അയാളുടെ പേര്, ആ മാധവിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട കേസുള്ളത്. അയാളുടെ പ്രസംഗം കേട്ടു, കണ്ണീരൊലിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം. മതേതരം മതേതരം മതേതരം. കേരളത്തിൽ മതേതര ഭാവമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിത്യാദി പാർട്ടികൾ. അവർക്ക് മതം മാത്രമേ ഉള്ളൂ, മതം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളാണ്. അവരുടെ പ്രമാണങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത്തരം കാഫറുകളെ, ഹിന്ദുക്കളെ എവിടെ വെച്ച് കാണുന്നുവോ അവിടെ വെച്ച് അനിഹിലേറ്റ് ചെയ്തേക്കുക, കൊന്നുകളഞ്ഞേക്കുക. കാരണം അവർ ബഹുദൈവ വിശ്വാസികളാണ്, വിഗ്രഹാരാധകരാണ്. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിൽ കൃത്യതയോടുകൂടിയിട്ട് ശാസ്ത്രീയമായിട്ട് എഴുതി വച്ചിട്ടുള്ളതാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. അവിടേക്ക് പോകാനുള്ള വഴിയും മാർഗങ്ങളുമായിട്ട് പല വിഗ്രഹങ്ങളുണ്ട്. വിശേഷണം ഗ്രഹിച്ചെടുത്ത് ദേ ഇങ്ങോട്ട് പോയിക്കോളൂ ഒരു ആരോ മാർക്ക്, ദേ ഇങ്ങോട്ട് പോയിക്കോളൂ വേറൊരു ആരോ മാർക്ക്. അത് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയും മാർഗങ്ങളാണ്. ഒരിക്കലും ഹിന്ദു പീപ്പിൾ ദേ ആർ നോട്ട് ഐഡൽ വർഷിപ്പേഴ്സ്. ത്രൂ ഐഡൽ ദർ അവർ ത്രൂ ഐഡൽ ദേ ആർ വർഷിപ്പിംഗ്. ദാറ്റ്സ് എൻ ഐഡിയൽ വർഷിപ്പ് റിയലി. അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. അതേ സമയത്ത് മുസ്ലിങ്ങൾ എവിടെയെല്ലാമാണിപ്പോൾ, അജ്മീറിലൊക്കെ എന്താ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്തതാണ്. ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ, വിഗ്രഹാരാധകരായിട്ടുള്ള മുസ്ലിങ്ങൾ, അവിടെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കൂടെ പേർത്തും പറയുകയാണ് ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണ്, ഹിന്ദുക്കൾ ബഹുദേവതാരാധകരാണ്. കൂട്ടത്തിൽ ഹിന്ദുവിൻ്റെ വായയിൽ ദിവസവും ഇട്ടുകൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട്, നമ്മളൊക്കെ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണ്, നമ്മളൊക്കെ മതേതരവാദികളാണ്. ആ പാവം അത് വിഴുങ്ങുകയും ചെയ്യും. അവനെ ഒരു മതേതരവാദി എന്നുള്ള ലഹരിയിൽ ആഴ്ത്തിയിട്ട് ഈ പല ബലാത്സംഗ കേസും കേട്ടിട്ടില്ലേ, പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്തിട്ട് ബലാത്സംഗം ചെയ്യുക. ഇതുപോലെ ഹിന്ദുക്കൾക്ക് ലഹരി കൊടുത്തിരിക്കുകയാണ്, മതേതര ലഹരി. എന്നിട്ട് അവരവരെ കാര്യം നോക്കുന്നു. ഹിന്ദു അത് മനസ്സിലാക്കുന്നൊരു ദിവസമുണ്ടല്ലോ, അന്ന് ഒഴിഞ്ഞുപോയ കടൽ കൂറ്റൻ ശക്തിയിൽ വന്ന് സുനാമിയായിട്ട് ആഞ്ഞടിച്ച് എല്ലാത്തിനെയും അവർ തേച്ചു മാച്ചു കൊണ്ടുപോകും. ഉത്തരേന്ത്യയിൽ സംഭവിച്ച പോലെ. ഇന്നിപ്പോൾ അവർക്ക് ഹിന്ദുക്കൾ കാഫറുകളാണ്, അവർ മാലിന്യങ്ങളാണ്, ബഹുദൈവ വിശ്വാസികളാണ്.
എന്നാൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അവർക്കൊരു പരിധിവരെ അംഗീകരിക്കാൻ പറ്റും. കാരണം എന്താണ്? അവരാണല്ലോ ഇവർക്ക് വേദം നൽകിയിട്ടുള്ളത്. അതിൽ നിന്നുള്ള കോപ്പിയടിയാണല്ലോ ഇവരുടേതായിട്ട് എല്ലാം തന്നെ. അതുകൊണ്ട് ജൂതന്മാരെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല കാര്യങ്ങളും തള്ളിക്കളയുന്നതിന് തുല്യമായിരിക്കും. ക്രിസ്ത്യാനികളെ തള്ളിക്കളഞ്ഞാൽ ഇവരുടെ പല ഗ്രന്ഥങ്ങളും മുറിച്ച് കളയേണ്ടി വരും. കാരണം എന്താണ്? മേരിയെ പ്രകീർത്തിക്കുന്ന ഒരു അധ്യായം പോലും ഖുറാനിലുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിയെ തള്ളിക്കളയാൻ പറ്റൂ? ജീസസിനെ തള്ളിക്കളയാൻ പറ്റൂ? യേശു അവർക്ക് പ്രവാചകനാണ്. എനിവേ, ആയതുകൊണ്ട് അവരെ ഒരു പരിധിവരെ അംഗീകരിക്കാം. പക്ഷേ ഹിന്ദുവിനെ അംഗീകരിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ മതേതരത്വം, ഹിന്ദു സഹോദരന്മാരെ എന്നുള്ള വിളി, അതെല്ലാം തന്ത്രം മാത്രമാണ്. അത് മനസ്സിലായല്ലോ. 22 MLA കിട്ടിയപ്പോൾ അവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. ആ 222 MLA എന്നുള്ളത് 122 MLA സ്ഥിതി എന്തായിരിക്കും ഇവിടെ? അങ്ങനെ വന്നാൽ മുമ്പ് പറഞ്ഞ ഒരാളുടെ നിങ്ങളെ ബോധിപ്പിച്ച ഒരാളുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയുകയാണ്. പിന്നെ നിങ്ങൾ എവിടേക്ക് പോകുമേടാ ജന്തുക്കളെ? സത്യാൻ സരസ്വതിയുടെ വാക്കുകൾ. ജൂതനും ക്രിസ്ത്യാനികൾക്കും മുസ്ലിം മാത്രമേ വേദങ്ങളുള്ളൂ, അറിവുകളുള്ളൂ എന്ന് കരുതുന്ന ഒരാളുടെ കീഴാദികളാണ്, അസ്മാദികളാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ. ഇവർക്കൊക്കെ ഇത് കിട്ടുന്നതിന് മുൻപ്, എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപ്, അവിടെയെല്ലാം ഇരുണ്ട് കിടക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇവിടെ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള വേദങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്ന വേദങ്ങൾ. ആയുർവേദമുണ്ട്, ധനുർവേദമുണ്ട്, ഗണിതവേദമുണ്ട്. 4 വേദങ്ങളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിന് ഒരു പുകമറയിട്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ അങ്ങനെ ഈ വേദങ്ങൾ തിന്ന് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ വേദങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും അവരുടെ തലയ്ക്കുള്ളിലേക്ക് കർണാകർണീയ കാരണന്മാരിൽ നിന്ന് വന്ന് വീഴുന്നുണ്ട്. പഴയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജലീലല്ലേ, KT ജലീൽ, അതെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും വലിയ മദ്രസകൾ നടത്തിയിട്ട് അവിടുന്ന് കുറേ പൊട്ടന്മാരെ പുറത്തു വിടും. അന്തസ്സ്, ആഭിയാത്യം, തറവാടിത്തം, മഹിമ, പെരുമ ഇതൊന്നും തൊട്ടുപൊളിച്ചിട്ടുണ്ടാവില്ല. കുറേ അശ്രീകരങ്ങളെ. പക്ഷെ അതേ സമയത്ത് യാതൊരു വിധത്തിലുള്ള വേദപഠനങ്ങളോ ആ രീതിയിലുള്ള അഭ്യാസങ്ങളോ നടത്താത്ത ഹിന്ദു കുട്ടികൾ അടക്കമുള്ളവരാണ്, ഒതുക്കമുള്ളവരാണ്. ആരാ പറയുന്നത്? ഒരു പ്രൊഫസറാണ് പറയുന്നത്. കാരണം എന്താ? ഇറ്റ്സ് കമ്മിങ് ഫ്രം സംവെയർ, അച്ഛനമ്മമാരിലൂടെ. അത് ഹിന്ദുവിനറിയാം. അവൻ്റെ മനസ്സിലുണ്ട്, അവൻ്റെ മനസ്സിൽ വേദമുണ്ട്. വായിൽ കൂടെ കുത്തിത്തിരികേണ്ടതല്ല വേദം. അത് പരമ്പര കൊണ്ട് അച്ഛനമ്മമാരിൽ നിന്ന് കടന്നു വരേണ്ടതാണ്. അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കടന്നു വരേണ്ടതാണ് സംസ്കാരങ്ങൾ, പുസ്തക സംസ്കാരമല്ലാതെ. ഏതായാലും ഇന്ത്യയിലെ മുഖ്യധാരാ മുസ്ലിം പണ്ഡിത നേതൃത്വം അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ജനിപ്പിക്കുന്നത്, സങ്കടകരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത് ഹിന്ദുക്കൾ ഭരണകർത്താക്കളായിട്ട് മാറുന്നു. മുസ്ലിങ്ങൾ അവരുടെ കീഴിലുള്ള പ്രജകളായിട്ട് ജീവിക്കുന്നു. ഇന്നിപ്പോൾ BJP ഭരിക്കുന്ന ഹിന്ദുക്കളാണ്. എല്ലാവരും കാൻഡിഡേറ്റാക്കി പോലും മാറ്റില്ല മുസ്ലിങ്ങളെ. BJPയുടെ അക്കൗണ്ടിൽ ഒരൊറ്റ ഒരു മുസ്ലിം തരി പോലും അതിനകത്തില്ല. അതവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ BJP എങ്ങനെ വെറുക്കാതിരിക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര തന്നെ ആഹാരം കിട്ടിയാലും, 4 കൂട്ടം പ്രഥമം കിട്ടിയാലും ഇത്തിരി അച്ചാർ തൊട്ട് നക്കണം നമുക്ക്. അപ്പം അതിൻ്റെ രസം കൂടും അത്രേ. അങ്ങനെ ഒരു രസം BJP കണ്ടിട്ടില്ല. മുസ്ലിങ്ങളെ തൊട്ടു നക്കിയിട്ടുള്ള രാഷ്ട്രീയ വിജയം അവർ കാക്ഷിക്കുന്നില്ല.
അതവർ മനസ്സിലാക്കി കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളുടെ മുഖമായിട്ടുള്ള പ്രത്യക്ഷ മുഖമായിട്ടുള്ള സംഘപരിവാർ അവരുടെ കീഴിൽ ജീവിക്കേണ്ട ഗതികേട്, അതിൽ പരൊരു ദുഃഖം ഇനി വരാനില്ല ഇവിടുത്തെ മുസ്ലിം നേതൃത്വത്തിന്. ഇവിടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് ബ്രിട്ടനിൽ നിന്ന് അവിടുന്ന് കൊള്ളക്കാരായിട്ട് ഇന്ത്യയിൽ വന്നവർ മുഴുവൻ ഇൻവേഷൻ നടത്തിയത് മുഴുവൻ കൊള്ളക്കാരായിട്ട്, മുഗളന്മാരും കൊള്ളക്കാരായിരുന്നു, ബ്രിട്ടീഷുകാരും കൊള്ളക്കാരായിരുന്നു. ബ്രിട്ടനിൽ പോയിട്ട് ശശി തരൂർ വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ കൊള്ളക്കാരാന്ന്. ബ്രിട്ടീഷ് ആജ്ഞി കൊള്ളയടിച്ച് രക്തമല്ലേ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു കൊള്ളക്കാരിയാണെന്ന്. അതിൻ്റെ അർത്ഥം. ഏതായാലും അങ്ങനെയുള്ള സായിപ്പിൻ്റെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഹിന്ദുവിൻ്റെ കീഴിൽ സഹിക്കാൻ കഴിയുന്നില്ല. ഏതായാലും സായിപ്പിനെ ഓടിച്ചു കഴിഞ്ഞ സമയത്ത് ഇനി ഹിന്ദുക്കളാണ്. മുമ്പ് പറഞ്ഞ പോലെ അതിനെ വളയ്ക്കാം, ഒടിക്കാം, പിരിക്കാം, ചതയ്ക്കാം എന്ന് കരുതി ആ കരുതൽ തെറ്റായി മാറി. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളുടെ കൂടെ ചേർന്ന് പഴയ ഇസ്ലാമിക് അധിനിവേശത്തിൻ്റെ തുടർച്ച കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് 7 നിലയ്ക്ക് പൊട്ടി. ഇവിടെ നടക്കുന്ന വിപ്ലവങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാരെ ഓടിക്കുക, അത് കഴിഞ്ഞാലോ അത് ഞമ്മൻ്റെ സ്വത്താക്കി മാറ്റുക. അത് നടന്നില്ല. സാധനം ഹിന്ദുക്കളുടെ കയ്യിൽ കിട്ടി എന്നർത്ഥം. അതിനുശേഷമാണ് ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ നേതൃത്വ നിര സായിപ്പിൻ്റെ കാല് നക്കാൻ തുടങ്ങിയത്. നന്നായിട്ട് നക്കിക്കൊണ്ടിരുന്നിരുന്നു. അതിമനോഹരമായിട്ട് കാല് നക്കാനുള്ള കഴിവിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ നോക്കി അമ്പരന്ന് പോയിട്ടുണ്ട്. തന്നെപ്പോലെ സായിപ്പിൻ്റെ കാല് നക്കുന്ന ഒരുപാട് പേര് തൻ്റെ സമുദായത്തിലുണ്ടെന്നും അവരെയൊക്കെ വളർത്തിയെടുക്കാൻ തനിക്കൊരു സർവകലാശാല വേണമെന്നും വെള്ളക്കാല് നക്കുന്നതിനിടയിൽ ഒരു സയ്യിദ് അഹമ്മദ് ഖാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. വെള്ളക്കാർ അതിന് സന്തോഷമായിട്ട് അനുമതി നൽകി. ആ സർവകലാശാലയാണ് ഇപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാല. മുസ്ലിം ഇന്ത്യയുടെ ആയുധപ്പുര എന്നാണ് ഇന്ത്യ വിഭജനത്തിന് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ആയുധപ്പുര എന്നാണ് ഇന്ത്യ വിഭജനത്തിന് ചുക്കാൻ പിടിച്ച ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്ന ഈ സ്ഥാപനത്തെ വിശേഷിപ്പിച്ചത്. മുസ്ലിം ഇന്ത്യയുടെ ആയുധപ്പുര. അവിടുന്ന് പുറത്തിറങ്ങി വരുന്ന പിള്ളേർ ആയുധങ്ങളാണത്രേ. ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് സിയാ ഉൾ ഹക്ക് ഈ സ്ഥാപനത്തെ പാകിസ്ഥാനിലെ ജന്മഭൂമി എന്നും വിശേഷിപ്പിച്ചു. എന്തായാലും തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരിൽ തൻ്റെ ചിന്താഗതി പടർത്തി കൊടുക്കാനും അഹമ്മദ് ഖാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർവകലാശാലയിൽ നിന്നും വളർന്നു വരുന്ന ഹിന്ദു വിരോധികളായിട്ടുള്ള വെള്ളക്കാല് നക്കികളാണ് പിന്നീട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ വർഗീയ കൂട്ടിക്കൊടുപ്പ് സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെയും കുറേ സത്യങ്ങളാണ്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ ഔട്ട്കമ്മാണ് ഇപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെ കണ്ടത്. അവർ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന പോലെ, കാട്ടുപട്ടികളെല്ലാം ചേർന്ന് ഒരു മാൻകുട്ടിയെ പിച്ചു ചീന്തുന്ന പോലെയാണ് അവർ ഭാരതമാതാവിനെ പിച്ചു ചീന്തിയത്. വന്ദേ മാതരം, അത് ഭാരതമാതാവിൻ്റെ ഹൃദയമാണ്. വന്ദേ മാതരത്തെ അവർ നുറുക്ക് കഷ്ണങ്ങളാക്കി മാറ്റി, അപമാനിച്ചു, അധിക്ഷേപിച്ചു. ഭാരതമാതാവിനെ അധിക്ഷേപിച്ചു, അതുവഴി ഹിന്ദുക്കളെ അധിക്ഷേപിച്ചു. അധിക്ഷേപം തുടരട്ടെ. കടൽ പിൻവലിഞ്ഞു നിൽക്കുകയാണ്. എപ്പോഴാണോ പൂർവാധികം ശക്തിയോടുകൂടി ഇടിച്ചു കയറി സുനാമിയായിട്ട് ഇങ്ങോട്ട് വരുന്നതെന്നറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് മാറത്തടിക്കരുത് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തോടാണ് പറയുന്നത്, പൊട്ടിക്കരയരുത് കേട്ടോ, മാറത്തടിച്ച് പൊട്ടിക്കരയരുത് കേട്ടോ. ആ നിലവിളി കേൾക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ.
നമസ്കാരം.